നന്മ നിറഞ്ഞ ഒരു പുതിയ ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്ത ഒരു ദൈവമാണല്ലോ നമ്മളെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും ഈ ലോകത്തിൽ നമ്മെ ജീവനോടെ നിലനിർത്തുന്നതും. ദൈവം ചെയ്യുന്നതൊക്കെയും നന്മയ്ക്കായി തീരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ നമ്മുടെ ആയുസ് സമാധാനത്തോടെ കഴിച്ചു കൂട്ടുവാൻ നമുക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തെ കണ്ടുകൊണ്ട് ഓരോ പ്രഭാതത്തിലും ഉണരുവാനും ദൈവത്തോടുകൂടെ ജീവിച്ച് ഓരോ ദിവസത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ജയത്തിലും പരാജയത്തിലും സായുജ്യം അടയുവാനും ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കൂടെ ഓരോ ദിവസവും ഉയർത്തുവാൻ നമുക്ക് സാധിച്ചു എന്ന് പരിശോധിച്ചുകൊണ്ടും നമ്മുടെ ദിവസങ്ങളെ കഴിച്ചു കൂട്ടുവാൻ കർത്താവെ ബുദ്ധി ഉപദേശിച്ച് തരയണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത് ദൈവത്തിന് നമ്മോടുകൂടെ ഇരിക്കാനാണ്. കർത്താവിന് വേണ്ടി ഈ ലോകത്തിൽ നടക്കുവാനും പ്രവർത്തിക്കുവാനും നമ്മുടെ സമസൃഷ്ടങ്ങളെ സ്നേഹത്തോടെ പരിപാലിക്കുവാനുമായിട്ടാണല്ലോ. അതുകൊണ്ട് ദൈവത്തിനുള്ള പദ്ധതികളൊക്കെയും നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, ദൈവവചനത്തിൽ കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി 40-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം വായിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. ദൈവത്തോട് സമ്മതിക്കുകയാണ്, ഞാൻ എത്ര എളിയവനാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മനസ്സിലാക്കുവാൻ ഞാൻ ഒട്ടും ശക്തനല്ല. അല്പം പോലും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ബലഹീനനായ മനുഷ്യൻ സ്വാർത്ഥപൂർണ്ണനാണ്. എൻ്റെ കാര്യം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നടക്കണം. അപ്പോൾ മാത്രമാണ് ഞാൻ സന്തുഷ്ടനായിരിക്കുന്നത് എന്നുള്ളതാണ് മനുഷ്യൻ്റെ ചിന്ത. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം തന്ന് ഏത് പ്രതിസന്ധിയിലും നമ്മളെ നടത്തുവാൻ ശക്തനായ ഒരു ദൈവം ആണ്. ദൈവത്തിൻ്റെ കരമാണ് നമ്മെ ഓരോ ദിവസവും ഓരോ അനുഭവത്തിൽ കൂടെയും കൈപിടിച്ച് നടത്തുന്നത് എന്ന് നമുക്ക് ഓർത്ത് ആശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ആശ്വാസം ദൈവത്തിൻ്റെ പരിപാലനയിലുള്ള വിശ്വാസവും പ്രത്യാശയും ആയിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങൾ വളരെയാണ്. നിൻ്റെ അത്ഭുത പ്രവൃത്തികൾ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ വളരെയാണ്. ഓരോ ദിവസവും നമുക്ക് ഇത് കാണുവാൻ സാധിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടി ദൈവം ചെയ്തിട്ടുള്ള അത്ഭുത പ്രവൃത്തികൾ എന്തൊക്കെയാണ്? ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ തന്നെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന മാതാപിതാക്കൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചുറ്റുപാടുകൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ സഹോദരവർഗം, നമ്മുടെ പ്രകൃതി, ഇവയൊക്കെയും എത്ര അത്ഭുതമാണ്. നാം ചിന്തിക്കുക പോലും ചെയ്യാത്ത ഇടത്തു നിന്നും ബുദ്ധി പഠിക്കാനാണ് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത്. ഉറുമ്പിൻ്റെ അടുക്കൽ പോയി ബുദ്ധി പഠിക്കാൻ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലേ?
വലിയ ബുദ്ധിമാനാണ്, ശാസ്ത്രജ്ഞനാണ്, അതാണ് ഏറ്റവും വലിയ ജ്ഞാനം, അറിവ് എന്നൊക്കെ അഹങ്കരിക്കുന്ന മനുഷ്യനോട് പറയുക, മനുഷ്യ നീ പോയി ഉറുമ്പിൻ്റെ അടുക്ക് പോയി ബുദ്ധി പഠിക്കാം. ഏറ്റവും നിസ്സാരമായ ജീവികൾ, അവയെപ്പോലും നമുക്കൊരു റോൾ മോഡലാക്കി സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ദൈവമാണ് നമ്മെ പരിപാലിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാം. ഏറ്റവും നിസ്സാരമായ ഉറുമ്പിൻ്റെ അടുക്ക് പോയി ബുദ്ധി പഠിക്കണം. നമുക്ക് വലിയ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസൊക്കെ കാണാം, അവയൊന്നും ബുദ്ധി നമുക്ക് പ്രദാനം ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെ ചീർപ്പിക്കുന്നതായുള്ള അറിവ് സമ്പാദിക്കാം എന്ന് മാത്രം. ബുദ്ധി പഠിക്കണമെങ്കിൽ വിനയത്തിനുള്ള മാർഗം നാം പഠിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ മനുഷ്യാവതാരം അതല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. എവിടെയാണ് മനുഷ്യൻ വലിയവനാകുന്നത്? തന്നെത്താൻ താഴ്ത്തുന്നവനെയാണ് ദൈവം വലിയവനാക്കുന്നത്. ഏതെല്ലാം രംഗങ്ങളിൽ നമുക്ക് തന്നെത്താൻ താഴ്ത്തുവാൻ കഴിയുമോ അവിടെയൊക്കെയും ദൈവം നമ്മെ കൈപിടിച്ച് ഉയർത്തുന്നത് കാണാം. നാം നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ അത് ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഉപകാരപ്രദമായി തീരും. ആ ഉപകാരത്തിൽ കൂടി ദൈവനാമം മഹിമപ്പെടും. ജീവികളിൽ നിന്ന് മാത്രമല്ല, പ്രകൃതിയിൽ നിന്ന് ബുദ്ധി പഠിക്കുവാനുണ്ട്. ഓരോ സീസൺ വരുമ്പോഴും ആ സീസണിന് തക്കവണ്ണമുള്ള ആ കാലാവസ്ഥയ്ക്ക് തക്കമായുള്ള മാറ്റങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ നമ്മൾ കാണുന്നു. നമ്മുടെ പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നു, ഈ ലോകത്തിൽ ഒന്നും സ്ഥിരമല്ല. മഴക്കാലം വരുന്നു, അത് കഴിഞ്ഞ് വേനൽക്കാലം വരുന്നു, അത് കഴിഞ്ഞ് ശരൽക്കാലം വരുന്നു. ഓരോ കാലാവസ്ഥയിലും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഓരോ കാലാവസ്ഥയിലും അവയൊക്കെയും പ്രകൃതിക്ക് ഇണങ്ങുന്ന വിധം അവയെ ക്രമീകരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങൾ ഈ മാറ്റങ്ങളുടെ പിൻപിലുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നതായുള്ള ദൈവത്തിൻ്റെ ചിന്തകളും വിചാരങ്ങളും എത്ര വലുതാകുന്നു. ആ ദൈവമാണ് നമ്മളെക്കുറിച്ചും വിചാരപ്പെടുന്നത്. എത്ര വലിയ അനുഗ്രഹകരമായ ചിന്തയാണ് അതുള്ളത്. നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവം ലോകത്തെ നിയന്ത്രിക്കുന്നു. നമുക്ക് എന്ത് വന്ന് ഭവിച്ചാലും അവിടെയൊക്കെയും നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവം, നമ്മുടെ പ്രയാസങ്ങൾ ഏത് വിധത്തിൽ നമ്മളെ സഹായിക്കുവാൻ കഴിയും എന്നുള്ള ദൈവിക പദ്ധതി ഒരുക്കിയിട്ടുള്ള ഒരു ദൈവം. മർത്യൻ പ്രബലനാകാതിരിക്കത്തക്കവണ്ണം അല്പായുസ്സുള്ളവനായി ദൈവം മനുഷ്യനെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ അല്പായുസ്സിനിടയിൽ തന്നെ പല സ്റ്റേജസിൽ കൂടെ മനുഷ്യൻ കടന്നു പോകണം. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും മധ്യപ്രായത്തിലും വാർദ്ധക്യത്തിലും ഒക്കെയും ഓരോരോ ജീവിത ശൈലിയാണ് നാം കൈവശമാക്കുന്നത്. അത് പ്രകൃതിയുടെ നിയമം അനുസരിച്ച്. ഒരു സ്ത്രീ പ്രസവിച്ച് കഴിയുമ്പോൾ അവളുടെ കുഞ്ഞിനെ മുലപ്പാലല്ലാതെ മറ്റൊന്നും കൊടുക്കുവാനായിട്ട് കഴിയുന്നില്ല. ആ സ്ത്രീയുടെ ശരീരത്തിൽ അതിനുള്ള ഹോർമോൺ സൃഷ്ടിച്ച് അവളുടെ കുഞ്ഞിനെ പോറ്റി പുലർത്തുവാൻ, മുലപ്പാൽ നൽകുവാനായി സഹായിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ?
ധ്യാനിച്ചിട്ടുണ്ടോ? ഓരോരുത്തർക്കും ആവശ്യമുള്ളത് തക്ക സമയത്ത് നൽകി തരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ കുഞ്ഞ് ഖരവസ്തുക്കൾ കഴിക്കുവാൻ പ്രായമാകുമ്പോൾ തനിയെ മാതാവിൻ്റെ ശരീരത്തിൽ നിന്ന് മുലപ്പാൽ വറ്റിപ്പോകുന്നു. വീണ്ടും ആ സ്ത്രീ ഗർഭിണിയാകുമ്പോൾ വീണ്ടും ആ കുഞ്ഞിനെ പോറ്റുവാൻ മുലപ്പാൽ ഉണ്ടാകുന്നു. ആരറിയുന്നു ഇതിൻ്റെ പുറകിലുള്ള സത്യങ്ങൾ? ആർക്ക് മനസ്സിലാക്കുവാൻ കഴിയും? ദൈവത്തിൻ്റെ വിചാരങ്ങൾ എത്ര വലിയതാകുന്നുവെന്ന് നമ്മുടെ മനുഷ്യ ജീവിതത്തെ തന്നെ അപഗ്രഥിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. എന്നെക്കുറിച്ച് ചിന്തയുള്ളൊരു ദൈവമാണല്ലോ ലോകത്തിൽ ജീവിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പരിമിതമായ അറിവ് കൊണ്ട് നമ്മുടേതായ മേഖലകളെ നമ്മൾ പരിമിതപ്പെടുത്തുക. അതനുസരിച്ച് നമ്മുടെ ആഗ്രഹ സംതൃപ്തി ആവശ്യമുള്ള വിഭവശേഷി നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നാം നിരാശരാകുന്നു. അല്ലല്ല, നാം എന്തിനാ വിഷമിക്കുന്നത്? നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവം, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമുക്ക് വേണ്ടി അനുകൂലമാക്കി തരുന്ന ദൈവം, നമുക്ക് തക്ക സമയത്ത് ഓരോ വൃക്ഷങ്ങളെയും ഫലം കായ്ക്കുമാറാക്കുന്നു. വേനൽക്കാലത്ത് കായ്ക്കുന്ന വൃക്ഷങ്ങളുണ്ട്, മഴക്കാലത്ത് കായ്ക്കുന്ന വൃക്ഷങ്ങളുണ്ട്. ഈ സൃഷ്ടിയിൽ തന്നെ വൃക്ഷങ്ങളിൽ എല്ലാം മനുഷ്യൻ്റെ പരിപാലനയ്ക്ക് വേണ്ടി ദൈവം ഓരോ പദ്ധതിയുമായി സൃഷ്ടിച്ചാക്കിയിരിക്കുകയാണ്. വൃക്ഷങ്ങൾ പൂത്താൽ അവിടെ തേൻ ശേഖരിച്ച് നമ്മളെ സൗഖ്യപ്പെടുത്തുവാനൊക്കെ വേണം തേൻ ഉൽപ്പാദിപ്പിക്കുവാൻ തേനീച്ചകളെ പോലും സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം. ദൈവത്തിൻ്റെ സൃഷ്ടിയെ നാം ഒന്ന് ചിന്തിച്ചാൽ എത്ര അതിശയമായിട്ടാകുന്നു, എത്ര അത്ഭുതമായിട്ടാകുന്നു ദൈവം ഈ പ്രപഞ്ചത്തെ വിഭാവന ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. നമുക്ക് ബുദ്ധി പഠിക്കുവാനായി നാം വലിയ അക്കാഡമിക് ക്വാളിഫിക്കേഷനൊന്നും നമുക്ക് നേടേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തെ മനസ്സിലാക്കിയാൽ, ദൈവത്തിൻ്റെ കൃപകളെ ധ്യാനിച്ചാൽ, ഈ ദൈവം ഇന്നും എന്നേക്കും എൻ്റെ ദൈവം ജീവപര്യന്തം അവൻ നമ്മെ വഴി നടത്തുമെന്ന് ഉറച്ച് വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതം സമാധാനപൂർണ്ണമാകും. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവത്തിൻ്റെ ബലമുള്ള സർവശക്തിയുള്ള കരങ്ങൾ നമ്മെ താങ്ങി നടത്തുവാനായി നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ആ സത്യം നാം മറന്നു പോകുമ്പോഴാകുന്നു നമ്മുടെ ജീവിതത്തിലെ വേവലാതികളും ആവലാതികളും ഒക്കെയും പൊങ്ങി വരുന്നത്. അല്ല, ഞാനെൻ്റെ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിലിരിക്കുക, എനിക്കൊരു ദോഷവും ഭവിക്കുകയില്ല. വേദപുസ്തകം എത്ര പ്രാവശ്യമാണ് നമുക്ക് ഉറപ്പ് തരുന്നത്? ഒരു ദോഷവും നിനക്ക് ഭവിക്കുകയില്ല എന്ന് വേദപുസ്തകത്തിലെ എത്ര പ്രാവശ്യം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. എന്തുവന്ന് ഭവിച്ചാലും അവയൊക്കെയും നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനയിലാണ് നമുക്ക് വിശ്വസിക്കുവാനുള്ളത്. ഒരു മരം വെട്ടിക്കളയുമ്പോൾ മരത്തിന് വേദനയായിരിക്കാം, പ്രയാസമായിരിക്കാം. പക്ഷേ വേറെയൊരു മരം അതിൻ്റെ വേരിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ വിത്തിൽ നിന്ന് പൊട്ടിക്കിളിക്കുവാനുള്ള പദ്ധതികൾ ദൈവം ആസൂത്രണം ചെയ്ത ശേഷമാണ് വലിയ മരത്തെ വീഴ്ത്തിക്കളയുകയോ നശിപ്പിച്ച് കളയുകയോ ചെയ്യുന്നത്. നമ്മുടെ ജീവിതം ക്ഷണഭംഗുരമാണ്. നമ്മുടെ ജീവിതം പരിമിതമായ കാലയളവിൽ ഉള്ളതാണ്. പക്ഷേ ദൈവം നമ്മെ തിരികെ വിളിക്കുമ്പോൾ നാം ഉറപ്പ് വരുത്തേണ്ടത് അടുത്ത തലമുറയ്ക്ക് ദൈവിക ചൈതന്യം
പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. കുറേ സ്വത്ത് ആർജിച്ചു കൊടുക്കുന്നത് കൊണ്ട് മക്കൾ നല്ലവരോ മിടുക്കരോ ആകണമെന്നില്ല. അവർ അലസരായിത്തീരും. അവർ ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെ എല്ലാം കളിതമാശയായിട്ട് എടുക്കുന്നവരായിരിക്കുക. അല്ല, നമ്മുടെ ജീവിതം ഒരു യുദ്ധക്കളമാണ്. നാം യുദ്ധത്തിനായി ഒരുങ്ങിയിരിക്കേണ്ടവരാണ്. ഏതു സാഹചര്യത്തിലും നാം ജീവിക്കുവാൻ നമ്മെ തന്നെ ഒരുക്കുക. ദൈവം നമ്മെ ഏത് സാഹചര്യത്തിലാക്കിയാലും അവിടെയൊക്കെയും പിടിച്ചു നിൽക്കുവാൻ ആവശ്യമായ കഴിവ് നമുക്ക് ദൈവം, അതിനുള്ള പദ്ധതികൾ ദൈവം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. വലിയ മഴ വരുമ്പോൾ മഴയാണെന്നും പറഞ്ഞ് നമ്മളാരും വീട്ടിനകത്തിരിക്കുന്നില്ല. കുട മേടിക്കുവാനുള്ള സാഹചര്യം നമുക്ക് തന്നിട്ടുണ്ട്. ആ കുടയെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ വഴിക്ക് പോയി കാര്യങ്ങൾ സാധിക്കുവാനുള്ള മാർഗം ഉപദേശിച്ചു തരുന്നുണ്ട്. നാം ഇരിക്കുന്ന ഇടത്ത് ദൈവം എല്ലാം കൊണ്ടുത്തരുന്നില്ല. അവൻ ഭൂമിയെ സൃഷ്ടിച്ചു. അവൻ നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുന്നു, മഴ പെയ്യിക്കുന്നു. ബാക്കി കാര്യം മനുഷ്യനാണ് ചെയ്യേണ്ടത്. ഭൂമിയിൽ വിത്തും വൃക്ഷങ്ങളും മൃഗങ്ങളും എല്ലാം ദൈവം തന്നിട്ടുണ്ട്. എല്ലാ പ്രപഞ്ചത്തിലെ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മേൽ വാഴുവാനുള്ള പദവിയും അധികാരവും തന്ന ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഇവയുടെ മേൽ വാഴുവാൻ, അവയുടെയൊക്കെ ക്ഷേമത്തിന് വേണ്ടി കരുതുവാൻ മനുഷ്യനെ ഉത്തരവാദിത്വം ഉള്ളവനാക്കി തീർക്കുക എന്നുള്ളതാണ് നാം വേദപുസ്തകത്തിൽ നിന്നും പഠിക്കുന്നത്. പ്രയാസങ്ങളെയും പ്രതിബന്ധതകളെയും നേരത്തെ കണ്ട് അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറി സുരക്ഷിതമായൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അവ പലപ്പോഴും നമ്മളെ ആപത്തുകളിലും അനർത്ഥങ്ങളിലും ദണ്ഡനങ്ങളിലും കൊണ്ട് ഏൽപ്പിച്ചെന്ന് വരാം. അവിടെ നിലനിൽക്കാത്ത സന്തോഷം എന്താണെന്ന് നാം അറിയും. നമ്മൾ സന്തോഷം എന്ന് കരുതി പല കാര്യങ്ങളെയും ആർജിച്ചെടുക്കുവാൻ ഈ ലോകത്തിൽ ശ്രമിക്കുന്നവരാണ്. പക്ഷേ അവയൊന്നും നമുക്ക് സന്തോഷം നൽകുന്നില്ല എന്നുള്ളത് നാം പിന്നീട് മനസ്സിലാക്കും. അവയൊക്കെ നേരത്തെ തന്നെ ദൈവിക പരിജ്ഞാനത്തിന് ഇവയൊക്കെ മനസ്സിലാക്കി ഇത് മൂലം വരുന്ന ആപത്തുകളും സങ്കടങ്ങളും ഒഴിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങൾ, നിൻ്റെ അത്ഭുത പ്രവൃത്തികൾ, ദൈവം ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളെ ധ്യാനിച്ചാൽ മതി. എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ, എനിക്ക് തന്നിരിക്കുന്ന മാതാപിതാക്കൾ, എനിക്ക് തന്നിരിക്കുന്ന സഹോദരങ്ങൾ, എനിക്ക് തന്നിരിക്കുന്ന ജീവിത ചുറ്റുപാടുകൾ, എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? നാം ആരെയും നിസ്സാരവൽക്കരിക്കാതെ എല്ലാവരെയും നമ്മേക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണിക്കൊണ്ട് അവയ്ക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസത്തെ ജീവിതത്തിൽ ഞാൻ ജീവിക്കുന്ന ഈ സാഹചര്യങ്ങൾക്ക്, പരിസ്ഥിതിക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവമേ എന്നെ അനുഗ്രഹമാക്കണമേ. അതിനാവശ്യമായിരിക്കുന്ന ജ്ഞാനവും ബുദ്ധിയും കൃപയും ബലവും തന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.